അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടി എന്തൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ എന്തോ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ധൃതിക്ക് ഇങ്ങനെ നടന്നു പോകണെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു കോൾ വന്നു. വിളിക്കണേ ആരാ? നമ്മുടെ രൂഹിയാണ് വിളിക്കണത്. എന്നിട്ട് ഇങ്ങനെ ഹലോ അവൾ വെച്ചപ്പോൾ ഉടനെ പുള്ളി ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് മനസ്സിലായോ? അപ്പോഴത്തേക്കിൻ്റെ പുള്ളിക്കാരത്തി പറഞ്ഞ്, രോഹിത്തേട്ടൻ എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും രോഹി ചോദിക്കുകയാണ്, അപ്പം എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും പുള്ളിക്കാരത്തി പറയുകയാണ്, സത്യമായിട്ടും ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് സൗണ്ട് കേട്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇത് രോഹിയേട്ടനാണെന്നുള്ള കാര്യം. എന്നിട്ട് ഇങ്ങനെ അവരുടെ അടി തുടങ്ങി. അപ്പോഴത്തേനും ആദ്യം രോഹി ചോദിക്കുകയാണ്, നീ അവിടെ എന്നെ എടുക്കുക? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണല്ലോ. അപ്പോഴത്തേനും രോഹി, വീടിന് കണ്ണ് കെട്ടായിരിക്കാനാണോ അങ്ങനെ നിൽക്കണേ? അപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി, രോഹിയേട്ടാ വേണ്ട കേട്ടോ, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയൂ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും രോഹി പറയണ, എടി ഞാൻ നിന്നെ വിളിച്ചത് ഒരു സങ്കട വർത്താനം പറയാനാണ്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കിനും ഉടനെ രേവതിക്കുട്ടി പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കട വർത്താനോ? എനിക്കൊന്നും കേൾക്കണ്ട, സങ്കടമാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, നീ തന്നെയാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നിങ്ങനെ രോഹി പറയാണ്. അപ്പോഴേക്കും പുള്ളിക്കാരത്തിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അലീനയുടെ കാര്യമാണോ? അതേന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പം രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അപ്പം പോയോ? അപ്പം രോഹി പറയണം, അതേ പോയി. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കിന് അതെന്നെ വിളിച്ചറിയിക്കണേന്ന് നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ? അപ്പം ഞാൻ അതിന് വിളിച്ചതാണ് എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കുക, എന്നിട്ട് ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം. അപ്പോഴേക്ക് രോഹി ചോദിക്കുകയാണ്, പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴത്തേന് നമ്മുടെ രേവതിക്കുട്ടി പറയാണ്, പോകുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ പോകുമ്പോൾ യാത്ര പറയാനായിട്ട് വിളിക്കണ്ടേ? അപ്പോൾ രോഹി പറയാണ്, അലീന ചേച്ചിയും അച്ഛനും കൂടി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരാതിരുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്കുട്ടി പറയണം, ചുമ്മാതെ പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറയാ, അല്ല കാര്യമായിട്ട് പറഞ്ഞത്, ഇവിടുന്ന് ഇറങ്ങിയപ്പം തന്നെ ചേച്ചി ആകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. പുതിയ സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്നിട്ട് നിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അപ്പം ഇതുവരെ അങ്ങോട്ട് ചെന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് രോഹി പറയാണ്, അറിയില്ല, അച്ഛൻ ഇതുവരെ വിളിച്ചില്ല, ചേച്ചി ഇതുവരെയും വിളിച്ചില്ല. രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അപ്പം നമുക്ക് അങ്ങോട്ട് വിളിച്ച് നോക്കിയാലോ? അപ്പോഴേക്ക് രോഹി പറയാ, വേണ്ട, ഒരു പുതിയ വീട്ടിലേക്ക് ചെന്നേ ഉള്ളൂ, അപ്പം നമ്മൾ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. അപ്പം നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, ചേച്ചി പോയതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമൊന്നും ഇല്ലേ? സ്വരത്തിലൊന്നും അത് മനസ്സിലാവണില്ലല്ലോ, നിങ്ങളുടെ സ്വരം കേട്ടിട്ട് അങ്ങനെയൊന്നും തോന്നണില്ലല്ലോ എന്നിങ്ങനെ രേവതിക്കുട്ടി പറയാണ്. അപ്പം രോഹി ചോദിക്കുകയാണ്, സ്വരത്തിനകത്ത് എങ്ങനെയാ സങ്കടം കാണാനായിട്ട് പറ്റണത്? അത് ഈ ഫോണിലൂടെ സംസാരിക്കുമ്പം. ഒന്ന് പോയേ രോഹിയേട്ടാ, അലീന ചേച്ചി പോയതിൽ അവിടെ എല്ലാവർക്കും സന്തോഷമാണോ എന്നിങ്ങനെ അവിടെ രേവതിക്കുട്ടി ചോദിക്കുക. ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക, പിന്നെ കുറച്ചെങ്കിലും നോർമലായിട്ടിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ രോഹി പറയുകയാണ്. അപ്പോൾ ഒരു പുച്ഛത്തോടെ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കണം, അല്ല വൈജയന്തി മാഡം തിരിച്ചെത്തിയോ? അപ്പം എത്തിയെന്ന് പറയാം. എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് രേവതിക്കുട്ടി പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണല്ലോ, ഞാനിപ്പം മറന്നു പോയേനെ. എന്നിട്ട് ഇങ്ങനെ ഒരു പുച്ഛത്തോടെ പറയുകയാണ്, അവർക്ക് നല്ല സന്തോഷമായി കാണൂല്ലേ, അമ്മയുടെ സാമ്രാജ്യം അമ്മയ്ക്ക് തിരികെ കിട്ടിയല്ലോ, അമ്മ അതിൻ്റെ സന്തോഷത്തിലാണെന്നിങ്ങനെ രോഹി പറയാം. അപ്പം പിന്നെ ആ കൊച്ചു ചോദിക്കുകയാണ്, അല്ല രോഹിത്തേട്ടന് അലീന ചേച്ചി പോയതിന് വിഷമമൊന്നും ഇല്ലേ? അപ്പോഴേക്കും നമ്മുടെ രോഹി പറയാണ്, ഞാൻ എൻ്റെ വിഷമങ്ങൾ അത് ഞാൻ ആരോടും പറയാറും ഇല്ല, ഞാനതങ്ങനെ പുറത്ത് കാണിക്കാറും ഇല്ല. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, അന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആരോടും പറയൂല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് രോഹി കളിയാക്കി പറയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോടെ ഞാൻ ഇതൊക്കെ പറയാം, മനസ്സ് തുറന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രേവതിക്കുട്ടി പറയണം, എന്നോട് പറഞ്ഞോ, ഞാൻ എന്നെ വിശ്വസിക്കാം, അലീന ചേച്ചിക്ക് പോലും എന്നെ ഭയങ്കര വിശ്വാസമാണ്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി പറയാണ്, രോഹിത്തേട്ടന് പോലും അറിയാത്ത പല രഹസ്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴത്തേന് രോഹി ചോദിക്കുകയാണ്, എന്ത് രഹസ്യം? ഏത് രഹസ്യം? ആരുടെ രഹസ്യം? അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി പറയാണ്, രോഹിത്തേട്ടൻ്റെ വീടിനെ പറ്റിയിട്ടും വീട്ടുകാരെ പറ്റിയിട്ടും പല രഹസ്യങ്ങളും ഉണ്ട്. അപ്പോഴേക്കും അവൻ പറയാണ്, ചുമ്മാ തള്ളാതെ ഒരെണ്ണം പറയടി മരം കുത്തി എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറയണം, അങ്ങനെ ഇപ്പോൾ ഞാൻ പറയണില്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഫോൺ വെച്ചിട്ടാണ് ഈ പൊക്കോ, ഞാൻ കട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ രോഹി, അവൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഞാൻ തോന്നുന്നു ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ മനസ്സിലിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഗാഢമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ആ ഒരു സീൻ അവിടെ അങ്ങോട്ട് കഴിഞ്ഞു.